എടാ 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 ശ്രീത്തെ വൃത്തികെട്ടവരെ ഇറങ്ങി വേടാ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ. ആരാ? എന്റെ മോനേതോ എരണം കെട്ടോളെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് ഞാൻ അറിഞ്ഞ്. എരണം കെട്ടോളല്ലേ അരുണാക്കെ ജിമ്മന്റെ സ്ലിമ്മി. അയ്യ, കണ്ടിട്ട് ജിമ്മി ചാരി വെച്ച കമ്പി പോലെ ഇരിക്കുന്നു. ശ്രീയേട്ടൻ ഇഷ്ടം. മോളൊന്ന് ഇങ്ങോട്ട് നിന്നേ. എന്താ അമ്മ? അമ്മക്ക് ഇതവിടെ വെച്ചായി കൂടായിരുന്നോ? ഈ പാ ഞാൻ ഇവിടെ ഇട്ടിരുന്നെങ്കിൽ എന്റെ വീട് പറഞ്ഞനെ. എവിടെടി അവൻ? പാവാങ്ങാൻ പോയേക്കുവാ. അവന്റെ ഒരു പറക്കും മോളെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേ. അതിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറിയില്ലല്ലോ. ഇപ്പൊ കേറിയില്ലേ? ഇറങ്ങടി വെളിയോട്ട്. അപ്പോഴേ ശ്രീയേട്ടൻ പറഞ്ഞത് അമ്മ വീട്ടിൽ കേറ്റത്തില്ലെന്ന്. അവന്റെ സ്വഭാവം വെച്ച് അമ്മ വീട്ടിലെന്നല്ല ഒരു വീട്ടിലും കേറ്റാൻ കൊള്ളൂല. അതല്ല, ഈ അമ്മ ഈ വീട്ടിൽ കേറ്റത്തില്ലെന്ന്. എന്തറിഞ്ഞിട്ടാ? ഇവൻ 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കേറ്റി. 10 തോറ്റപ്പോഴും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കേറ്റി. എവിടുന്ന് എങ്ങാണ്ടോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്കും പിടിച്ച് കേറ്റി. അമ്മക്ക് അതേപോലെ എന്നെ ഈ വീട്ടിലോട്ട് കേറ്റിക്കൂടെ? നീ വെറും കയ്യോടല്ലേ വന്ന്? വിളക്ക് എവിടെ? അത് പറ. അപ്പൊ നിങ്ങൾ വിളക്ക് മാത്രമേ ഈ വീട്ടിൽ കേറ്റത്തുള്ളല്ലേ? ദാണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ശ്രീയേട്ടന്റെ മുറിയിലെ ഞാൻ കിടക്കും. ഇറങ്ങടി മുറ്റത്തേക്ക്. ശ്രീയേട്ടൻ കിടക്കുന്നിടത്തെ ഞാൻ കിടക്കൂ. അതെന്നെ പറഞ്ഞത് മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ മുറ്റത്താണ് കിടക്കുന്ന പായം വിരിച്ചോണ്ട്. അവനോ എടി ഇന്നാളൊരു യക്ഷി ഇവന്റെ മുമ്പിൽ വന്ന് പെട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലൂടാന്ന്. പക്ഷെ ഇവളോട് ഇവൻ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞ് കേട്ട പാടെ യക്ഷി കാലിൽ വീണ് പറഞ്ഞു, എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ എന്നെക്കാളും നല്ല യക്ഷിനെ വേറെ കിട്ടും, എന്നെ ഉപദ്രവിക്കരുതെന്ന്. എന്നാലും ശ്രീയേട്ടൻ എന്തായിരിക്കും പറഞ്ഞത്? ഹായ്. അയ്യോ, ഇതൊക്കെ ചെറുത്. മോക്കൊരു കാര്യം അറിയോ? ഞാൻ ഇവനെയും കൊണ്ട് ബസ് പോകുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കും, ഇവ ഉണ്ടായതിന് ശേഷമാണ് സേഫ്റ്റി പിന്ന് കണ്ടുപിടിച്ചത്. മോൾ ഇവന്റെ പുറത്തെ പാട് കണ്ടിട്ടുണ്ടോ? ടാറ്റു അല്ലേ? ടാറ്റു അല്ല, പെമ്പിള്ളേര് പിന്ന് വെച്ച് കുത്തി കീറി കൊടുത്തത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവത്തില്ല. അവിടെ നനങ്ങൂല്ല. ഇല്ല. അത് മിനിറ്റിന് മിനിറ്റിന് തേങ്ങ വീണ തെങ്ങാണ്. ഈ തെങ്ങോ? അമ്മ ചുമ്മാ കള്ളം പറയാതെ. ഞാൻ പറഞ്ഞില്ലേ, മിനിറ്റിന് മിനിറ്റിന് തേങ്ങ വീണ തെങ്ങ അത്. എന്നിട്ട് ഈ തെങ്ങിൽ ഒരു തേങ്ങ പോലും കാണുന്നില്ലല്ലോ. അയ്യോ, ഇതൊന്നും കേൾക്കാനും കാണാനുള്ള ത്രാണി എനിക്കില്ലേ. മേലോട്ട് വിളിക്കണേ. അമ്മ പോയാ ഞങ്ങൾക്ക് കാര്യമില്ല. എന്റെ കാര്യമില്ല, നിന്റെ കാര്യമാ. നിക്ക് പെണ്ണെ, ദേഷ്യം വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യും? അതല്ലേ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാന്ന്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഐഡിയ ഉണ്ടോ?